കുപ്പി എന്തിനാണ് അടപ്പുകൊണ്ട് അടയ്ക്കുന്നത്? എന്ത്? കുപ്പി എന്തിനാണ് അടപ്പുകൊണ്ട് അടയ്ക്കുന്നത് എന്ന്? വെള്ളം ചെരിയാണ്ടിരിക്കാൻ. കുപ്പി അടപ്പ് കൊണ്ടേ അടയ്ക്കാൻ പറ്റും. ഈ ട്രാഫിക് പോലീസ് എന്തിനാണ് ട്രാഫിക്കിൽ നിൽക്കുന്നത്? ട്രാഫിക് നിയന്ത്രിക്കാൻ. ട്രാഫിക് പോലീസേ ട്രാഫിക്കിൽ നിൽക്കാൻ പാടുള്ളൂ. ഈ മാങ്ങ എന്തിനാണ് നമ്മൾ കത്തി കൊണ്ട് പൂളുന്നത്? ഞാൻ മാങ്ങ കടിച്ച് പറിക്കാറാ പതിവ്. മാങ്ങ, കുപ്പി, ട്രാഫിക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് നീ ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്താന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ. ഞാൻ പറഞ്ഞു വന്നത് ഓരോന്നിനും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേട്ടന് ചേരേണ്ടത് ഇതുപോലെ ആടുതോമയ്ക്ക് ജാപ്പനീസ് അളയിൽ ഉണ്ടായ കുരുപ്പല്ല. ഇത് നീ ഒന്ന് പതുക്കെ പറ. ഞാൻ പറയും, എന്നാലും ചേട്ടനീന്ന് ഞാനിത് വിചാരിച്ചില്ല. ഞാൻ എന്ത് ചെയ്ത്? നിന്റെ ചേട്ടനെ കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? എന്ന് വെച്ച് ഈ പച്ച പരിഷ്കാരിയായിട്ടാണ് എൻ്റെ ചേട്ടനെ കെട്ടിക്കാൻ നോക്കുന്നത്? സീതേ, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ചേട്ടത്തി പാവമാണ്. വെറും പാപമല്ല, മഹാപാപമാണ് എൻ്റെ ചേട്ടനെ കൊണ്ട് അവളെ കെട്ടിക്കുന്നത്. സീതേ, ചേട്ടന്റെ കാര്യം നടന്നാലേ നമ്മുടെ കാര്യം പെട്ടെന്ന് നടക്കൂ. എന്ന് വെച്ച് ഗുണമേന്മയുള്ള ഒന്നിനെ ഗുണമേന്മ ഇല്ലാത്ത ഒന്നായിട്ട് ചേർക്കാൻ പാടുണ്ടോ? ഗുണമേന്മേ? നീ എന്താ വല്ല പരസ്യത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നാണോ? ബെൻസേട്ടിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം, ഈ കല്യാണം നടക്കത്തില്ല, ഞാൻ നടത്തത്തില്ല. സീത, നീ ഇങ്ങനെ തിളച്ചു പൊങ്ങാതിരി. ഞാൻ വന്നു താഴത്തില്ലടാ. ഹലോ, ഇന്നലെ വന്നിട്ടൊന്നും കാണാൻ പോലും കിട്ടിയില്ലല്ലോ. കാണിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ലായിരുന്നു. ഓ, യാത്ര ചെയ്ത് വന്നോണ്ടായിരിക്കും അല്ലേ? യാത്ര ചെയ്യാതെ ഇവിടെ വരെ വരാൻ പറ്റില്ലല്ലോ. കഴിക്കാൻ എന്തുവാ? നൂഡിൽസ് ഉണ്ട്, എടുക്കട്ടെ. നൂഡിൽസോ? അപ്പം, പുട്ട്, ദോശ, ഇഡലി ഇതൊന്നുമില്ല? അതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് നൂഡിൽസും സോസും. അപ്പൊ അത്താഴം? ഡിന്നർ നമുക്ക് ഓംലെറ്റ് ആക്കാം. സൈഡ് ഡിഷ് ആയിട്ട് നൂഡിൽസ് എടുക്കാം. എന്തിനാ? തൊട്ട് വലിക്കാനോ? ഫുഡ് വേറെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അതെ, ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടുത്തെ അടുക്കളയും അവിടെ പെരുമാറുന്ന സ്ത്രീയുമാണ്. അല്ലാതെ കയ്യിലും കാലും ഇങ്ങനെ ടാറ്റു അടിച്ച് ഫുഡും പുറത്തുനിന്ന് ഓർഡർ ചെയ്താലേ ഐശ്വര്യം വരത്തില്ല, അസുഖമേ വരത്തുള്ളൂ. അത്രയ്ക്ക് ഐശ്വര്യമുള്ള ആളാണെങ്കിലേ കയറി പെരുമാറിക്കോ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ അറപ്പുരയ്ക്ക് പോക്കോ. ഇപ്പൊ എന്നോട് ഇറങ്ങി പോരല്ലേ പറഞ്ഞേ? ഒരു ഡൗട്ടും വേണ്ട, അങ്ങനെ തന്നെ പറഞ്ഞത്. ആഹാ, ശരിയാക്കി തരാടി. എന്താ ബഹളം? ചേട്ടാ, ഇവളെന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ആണോ? അത് പിന്നെ ഒരു വീട്ടിൽ വന്നിട്ട് വീടിനെ വീട്ടുകാരും കുറ്റം പറഞ്ഞാ ഞാൻ എന്താ പറയാ? പിന്നെ പറയത്തില്ലേ, ഇതൊരു വീടാണോ, ഇതൊരു അടുക്കളയാണോ, ഇവിടെ അരിയില്ല, മണ്ണെണ്ണയില്ല, ഗോതമ്പില്ല, ഉപ്പില്ല. ഇതൊന്നും ഇല്ലാന്ന് പരാതി പറയാൻ ഇതെന്താടി റേഷൻ കടയോ? ചേട്ടൻ ഇങ്ങനെ വെറും പെണ്ണുണ്ണിയാവല്ലേ. ദേ, ഇവളൊക്കെ കെട്ടിയാലുണ്ടല്ലോ ജീവിതകാലം മുഴുവൻ നൂഡിൽസിന്റെ കുരുക്ക് കഴിച്ചോണ്ടിരിക്കാം. ഞാൻ സഹിച്ചു, നീ ചെല്ല്. ശരി, ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ കാണിച്ചു തരാടി. ബെൻസേട്ടാ, ഒരു മുട്ട കിട്ടുവോ? മുട്ട? നിനക്കെന്തിനു മുട്ട? മുട്ട കിട്ടുവോ? നാടൻ വേണോ വരവ് വേണോ? ഓ, അതിലും പരിഷ്കാരി നാടനും ഒക്കെ ഉണ്ടല്ലേ. വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം. ആ മുട്ടയ്ക്ക് ഞാൻ ഞാട്ട ഇരിക്കേണ്ടി വരൂ. ഇതുപോലെ എന്തെങ്കിലും വളവളാൻ സംസാരിക്കുന്നേ ഉള്ളൂ. ആളൊരു പാവമാ. സീത ഭയങ്കര ഷോട്ടം പെടാൻ തോന്നണല്ലേ? ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇടയ്ക്കൊരു തേപ്പ് കിട്ടി, അതിനുശേഷം ആള് ഭയങ്കര ദേഷ്യക്കാരിയാ. ആഹാ, സീതയ്ക്ക് റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ആദി, അവൻ എല്ലാ കാര്യത്തിലും ആദിയായിരുന്നു. അല്ല, കാർത്തിക് റിലേഷൻ ഒന്നും ഉണ്ടായില്ലേ? ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് പറയാനാണെങ്കിൽ ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട്. ആഹാ, പറ കേക്കട്ടെ. അയ്യോ, അത് വേണോ? എന്തായാലും നമ്മുടെ ഡേറ്റിംഗ് ഒക്കെ അല്ലേ, പറ കേക്കട്ടെ. ഞാൻ സിനിമയ്ക്കുള്ള കഥയുണ്ടെന്നൊക്കെ ഒന്ന് തള്ളിയതാ. ഒരു ഷോർട്ട് ഫിലിമിനൊക്കെ പറ്റുമായിരിക്കും. പറ. ആളുടെ പേര് മീര. ആൾക്ക് ഒരു തമിഴൻ കോടീശ്വരന്റെ ആലോചന വന്നു. ഒരു നല്ല കേരള ടീ കുടിച്ചിട്ട് നാൾ കുറേ ആയി. ആണോ? എനിക്ക് സ്വന്തമായിട്ട് ആരും ഇല്ലല്ലോ. വീട് സ്വന്തമാണോ? അല്ല, റെന്റ്. ഓ, സ്വന്തമായിട്ട് ലാൻഡ്, പ്രോപ്പർട്ടി, പുരയിടങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അകത്തിരിക്കുന്ന അച്ഛൻ അതെന്റെ സ്വന്തം. കോമഡി പാപ്പ അതല്ലേ. അച്ഛൻ പറഞ്ഞു മീരെ പൊന്നു പോലെ നോക്കണമെന്ന്. പക്ഷെ പൊന്നിന് വില മാറിയും കുറഞ്ഞു ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്ലാറ്റിനം പോലെ നോക്കും. എപ്പടി ഇരിക്കാൻ ജോക്ക്? ഞാൻ இந்த மாதிரி കുറേ ജോക്സ് ഉള്ളു. நான் மீரை ஃபஸ்ட் டைம் காணுனது அரப்புர தேவி டெம்பிள் வச்சாங்க. பார்த்த உடனே எனக்கு ரொம்ப பிடிச்சி போச்சு. அதான் நான் அப்போடு வந்து പറഞ്ഞത് மீரை எனக்கு கல்யாணம் കഴിച്ചാൽ കൊള്ളാമെന്ന്. അപ്പം എന്നെപ്പറ്റി വല്ലതും പറഞ്ഞില്ലേ? പറഞ്ഞു. തമിഴ്നാട്ടിലെ വലിയ കോടീശ്വരനാന്ന് പറഞ്ഞു. அவ்வளோ ஸ்ட்ராங் கோடீஸ்வரன் கிடையாது, ஒரு மீடியம் கோடீஸ்வரன் அவ்வளோதான்.
എനിക്ക് ഈ പണത്തോടൊന്നും വലിയ ആർത്തിയില്ല. എന്നാൽ എത്ര കോടി ഉണ്ടാവും ആസ്തി? മുരുകൻ എക്സ്പോർട്സ്, മുരുകൻ ടെക്സ്റ്റൈൽസ്, വട, ചായ്, ബിരിയാണി എല്ലാം കൂടെ ഒരു 40-45 കോടി വരും. ഒവ്വോ! യാര് ബോയ് ഫ്രണ്ടാ? ആ, ചെറുതായിട്ട്. കുഴപ്പമില്ല, ഞാൻ തേച്ചോളാം. അയൺ ലേഡി. ഞാൻ ഇനി എന്താ വേണ്ടേ? കാശ് കണ്ടപ്പോൾ തൻ്റെ കണ്ണും മഞ്ഞളിച്ചോ? അങ്ങനെ മങ്ങിളിച്ചെങ്കിൽ ഞാൻ ചേട്ടനെ കാണാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? ചേട്ടനൊന്ന് വിളിച്ചാൽ മതി, ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാ. എന്നാ ഇറങ്ങി വാ, നമുക്ക് കല്യാണം കഴിക്കാം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ അച്ഛനെ വന്ന് കണ്ട് സംസാരിക്കട്ടെ? അയ്യോ, വേണ്ട 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 വേണ്ട, അത് കൂടുതൽ പ്രശ്നമാവുള്ളൂ. പിന്നെ എന്താ ചെയ്യാ? അല്ലെങ്കിൽ പിന്നെ ഞാൻ മരിക്കണം. ഞാൻ മരിക്കട്ടെ ചേട്ടാ, ഞാൻ മരിക്കട്ടെ. എടോ, അല്ലെങ്കിൽ നമുക്കെല്ലാം മറക്കാം, എല്ലാം. പക്ഷെ മറക്കില്ല ഞാൻ. അയാളുടെ ഒപ്പം ജീവിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കാർത്തിയേട്ടനായിരിക്കും. പോവുക, തിരിഞ്ഞു നോക്കില്ല ഞാൻ. തന്നോട് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. പിടിച്ചു നിർത്താനും തോന്നില്ല. ഇത് നമ്മളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കില്ലേ? നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പിരിയാം. അണ്ണേ, പഴം വരുന്ന അങ്ങനെ പഴംപൊരി വിട്. പഴമൊന്നും ഇരിപ്പില്ലടാ, വട വേണോന്ന് ചോദിച്ചു. എന്നാ പഴംപൊരി ഇല്ലേ? 2 തണുത്ത വട തട്ടുമാ, 2 കാഞ്ച വട. മുരുകൻ എക്സ്പോർട്സ്, മുരുകൻ ടെക്സ്റ്റൈൽസ്, വട, ചായ്, ബിരിയാണി എല്ലാം കൂടെ ഒരു 40-45 கோடி வரும். அக்கா, நீங்களா? ஞாபகம் இல்லையா? அந்த மீடியம் கோடீஸ்வரன் எப்படி இருக்கீங்க? சார் நீங்களும் இருக்கா? சார் நீங்க சொன்ன மாதிரி அக்கா வீட்டில் போய் நான் நல்லா நடிச்சேன். அந்த வெப் சீரிஸ்ல சான்ஸ் கொடுக்குற விஷயம் மட்டும் மறந்துடுவாங்க சார். அக்கா ரெக்கமெண்ட் பண்ணக்கா என்ன? കാർത്തി വിചാരിച്ച പോലെ അല്ലല്ലോ. അല്ല, എന്തിനായിരുന്നു അങ്ങനെ ഒരു ടെസ്റ്റിംഗ്? അതിനും കാരണം സീതയാ. സീതയെ ഞാൻ മീരയ്ക്കൊന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. മീരയായിട്ട് സംസാരിച്ച ഒട്ടനെ സീത എന്നോട് പറഞ്ഞു, ചേട്ടാ അവൾ നല്ലൊരു പുളിങ്കൊമ്പ് കണ്ടു കഴിഞ്ഞാൽ പോവും, സൂക്ഷിച്ചോളാം. അങ്ങനെ ഒരു തർക്കത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ടെസ്റ്റിംഗ് ഉണ്ടായത്.